സാറേ, എത്രയൊക്കെ കാലം ഒളിച്ചു നടന്നാലും തീവ്രവാദികളെ കൃത്യമായി പുകച്ചു പുറത്തു ചാടിക്കാനും കസ്റ്റഡിയിലെടുക്കാനും നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്ക് കഴിവുണ്ട്. ഇപ്പം NIA ഒളിച്ചു നടന്ന രണ്ടുപേരെ പിടിച്ചതിൻ്റെ വാർത്തകളൊക്കെ പുറത്തു വരുന്നല്ലോ. സാറിന് ശ്രദ്ധപ്പെട്ടിരുന്നത്? അതെ, NIA ഇന്നലെ മുംബൈ വിമാനത്താവളത്തിൽ ടെർമിനൽ 2-ൽ ജക്കാർത്തയിൽ നിന്ന് ഇന്തോനേഷ്യ വഴി ജക്കാർത്തയിലൂടെ വന്നിറങ്ങിയ അബ്ദുള്ള ഫയാസ് ഷെയ്ഖ്, തൽഹ ഖാൻ എന്നിങ്ങനെയുള്ള രണ്ട് തീവ്രവാദികളാണ്. 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തത് 2023 സംഭവിച്ചൊരു കാര്യത്തിൻ്റെ പേരിൽ ഇവർ ഒളിവിൽ പോയതാണ്. വിവിധ രാജ്യങ്ങളിലായിരുന്നു. അതായത് ഇവർ 2 പേരെ കുറിച്ചുള്ള വിവരം അന്വേഷിച്ചിട്ട് ഇൻ്റർപോളിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇൻ്റർപോൾ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിവിടെ വന്നിറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞതും വിവിധ രാജ്യങ്ങളിൽ ഇവർക്ക് താമസിക്കാൻ വയ്യാത്തൊരു അന്തരീക്ഷവും നമ്മുടെ ATS എന്ന് പറയുന്ന ഇതിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം ഒരുക്കിയിരുന്നു. ഇന്ത്യ ഗവൺമെൻറ് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ വന്നത്. അപ്പോൾ ഇവരെന്താണെന്ന് വെച്ചാൽ, ഇത് ഈ ചാർജ് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്നവരിലേ വേറെയും ആൾക്കാരുണ്ട്. മുഹമ്മദ് ഇമ്രാൻ ഖാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് യൂനിസ് സാക്കി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അബ്ദുൽ ഖാദർ പത്താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സുൽഫിക്കർ അലി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഇവർ അന്വേഷണത്തിൽ ഇവർ ചെയ്തത് കുറ്റം എന്നല്ല ചോദ്യം. ചെറിയൊരു കാര്യം ചെയ്തത്, ഈ ഏറ്റവും ആധുനികമായ ബോംബ് നിർമ്മാണ വിദ്യ ഉപയോഗിച്ച് ബോംബുകളുണ്ടാക്കി ആ ബോംബ് പൊട്ടിച്ച് മഹാരാഷ്ട്ര പല ഭാഗങ്ങളിലും ബോംബ് പൊട്ടിക്കുക എന്നതായിരുന്നു ഇവർക്ക് ISI കൊടുത്തിരുന്ന ദൗത്യം. ഇവർ പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ ലക്ഷ്യം ഇന്ത്യയിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷവും സാഹോദര്യവും തകർക്കുക, അതിനുവേണ്ടി ചെയ്യാവുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങൾ ചെയ്യുക. അത് ചുമതലപ്പെടുത്തിയവരാണ് ഇവർ. ഇവർക്ക് പാകിസ്ഥാനിൽ നിന്ന് സഹായ സഹകരണങ്ങൾ നിർലോഭം കിട്ടിക്കൊണ്ടിരുന്നു, ഒരു ലോപവുമില്ലാതെ കിട്ടിക്കൊണ്ടിരുന്നു. അത് വെച്ചിട്ടായിരുന്നു ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഏജൻറ്റുകളാണ് സത്യത്തിൽ ഇവരെല്ലാവരും. ഈ പൂന കേന്ദ്രീകൃതമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു സ്ലീപ്പർ സെല്ലുണ്ട്. ആ സ്ലീപ്പർ സെല്ലിലെ അംഗങ്ങളാണ് ഇവരെല്ലാവരും. ഇവർ ബോംബ് നിർമ്മാണത്തിൽ 2022 വിപുലമായ ഒരു പരിശീലനം നൽകിയിട്ടുണ്ട് ഒരുപാട് പേർക്ക്, എങ്ങനെയാണ് ബോംബ് ഉണ്ടാക്കുന്നത് എന്ന് കഴിഞ്ഞ്. അതായത് ബോംബ് വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കി ഇങ്ങോട്ട് എത്തിക്കുന്നതല്ല, ഇവിടെ പൊട്ടിക്കാനുള്ള ബോംബ് ഇവിടെ തന്നെ നിർമ്മിക്കുക എന്നൊരു നയമാണ് ISIS ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ തന്നെ ബോംബുണ്ടാക്കി ഇവിടെ പൊട്ടിക്കുക എന്നൊരു നയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നവരാണ് ഇവർ 2 പേരും. ഇതാണ് ഈ സംഭവത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാൻ ഇതുപോലെ ഒരുപാട് യുദ്ധമുറകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പാകിസ്ഥാൻ പിന്തുടരുന്നൊരു യുദ്ധമുറ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീവ്രവാദികളെയും ആത്മഹത്യാ സ്ക്വാഡിനെയും അവിടെ പരിശീലിപ്പിച്ചതിന് ശേഷം അതിന് മതത്തിൻ്റെ നിറം കൊടുത്ത്, അവിടുത്തെ ഇപ്പോഴത്തെ ജനറൽ ഉണ്ടല്ലോ എന്തോ മുള്ള, ആ മുള്ളയാണെന്നുണ്ടെങ്കിൽ മുള്ള പറയുന്നത് പാകിസ്ഥാൻ്റെ സൈന്യത്തിൽ പ്രവർത്തിക്കുന്നത് ജിഹാദാണെന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ സൈന്യം ജിഹാദികളുടെ സൈന്യമാണെന്നാണ് പറയുന്നത്. അസിം മുനീർ എന്ന് പറയുന്ന സൈന്യാധിപൻ. അതെ, അസീം മുനീർ മുല്ല. അപ്പോൾ അയാൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അയാൾ ഈ പറയുന്ന മതഗ്രന്ഥങ്ങളെല്ലാം കാണാതെ പഠിച്ചിട്ട് അതിലെ സൂക്തങ്ങളൊക്കെ പറഞ്ഞിട്ട് അതാണ് ആർമിയിലെ ഉദ്യോഗസ്ഥർക്ക് പറയുന്നത്. അല്ല, മതത്തോട് ചേർത്ത് നിർത്തുക അല്ല, അതിലൊരു കുഴപ്പമില്ല. കാരണം ഖുറാൻ വാക്യങ്ങളിൽ ഒരുപാടുണ്ട്. ഇപ്പോൾ യൂതനെയും ക്രിസ്ത്യാനിയെയും കാണുന്നിടത്ത് വെച്ച് കൊല്ലണം എന്നുള്ളത്, എന്നുവെച്ചാൽ ശത്രുവിനെ കാണുന്നിടത്ത് വെച്ച് കൊല്ലണം, അവൻ ദയ അർഹിക്കുന്നില്ല എന്നാണ്. മൃഗമാണെങ്കിൽ വെറുതെ വിടാം, പക്ഷെ മനുഷ്യനെ വെറുതെ വിടരുതെന്നാണ് പഠിപ്പിക്കുന്നത്. കാരണം മൃഗം ചിലപ്പോൾ ഇത് മറന്നു പോകാനിടയുണ്ട് പക, പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ പക സൂക്ഷിക്കുകയും ആ പക നിന്നെ വകവരുത്തുകയും ചെയ്യും. അതുകൊണ്ട് അവനെ വകവരുത്താൻ കിട്ടുന്ന ആദ്യ സന്ദർഭത്തിൽ നീ അവനെ വകവരുത്തിയിരിക്കണം എന്നാണ് ഈ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന കാര്യങ്ങളിലൊന്ന്. അത് സൈന്യത്തെ പഠിപ്പിക്കാൻ പാടില്ലേ? കാരണം ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാകിസ്ഥാനിൽ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
ഇന്ത്യയാണ് നമ്മുടെ ശത്രു എന്നല്ലേ? അതെ. പാകിസ്ഥാൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഇന്ത്യ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ശത്രു ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ചൈന ശത്രുവല്ല, ഇറാൻ ശത്രുവല്ല, ഇറാഖ് ശത്രുവല്ല, പാശ്ചാത്യ രാജ്യങ്ങൾ ശത്രുവല്ല, ഒന്നുമല്ല. എന്നുവെച്ചാൽ ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ കടത്തി വിടുന്ന പോലെ മറ്റൊരു രാജ്യത്തേക്ക് അവർ ഇല്ല, വേറെ എങ്ങും വിടുന്നില്ല. പിന്നെ അത് മാത്രവുമല്ല, ലോകത്തിൻ്റെ എവിടെയെല്ലാം ഭീകരവാദികൾ പ്രവർത്തിക്കുന്നുണ്ടോ അവർക്കെല്ലാം അഭയസ്ഥാനമാണ്. ഉസാമ ബിൻ ലാദൻ അവിടെ അല്ലേ? അതെ. എന്നിട്ട് എന്താ ഒരു ലോകത്തോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഉസാമ ബിൻ ലാദൻ അറിയില്ലെന്നാ പറഞ്ഞത്? ഉസാമ ബിൻ ലാദൻ അമേരിക്കയിൽ പാകിസ്ഥാനിൽ താമസിച്ച് പാകിസ്ഥാൻ്റെ കണ്ടോൺമെൻറ്റ് ഏരിയയിൽ എല്ലാ സുരക്ഷയോടും കൂടി താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ വിളിച്ചു പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ഈ ഉസാമ ബിൻ ലാദൻ എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്നല്ലാതെ കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നുണ പറയുന്നു റൗഡി രാഷ്ട്രമാണത്. ഒരു രാജ്യത്തോടുള്ള ശത്രുത അവസാനിപ്പിക്കാൻ വേണ്ടി ആ രാജ്യത്തിനെതിരെ മത തീവ്രവാദികളെ പരിശീലിപ്പിച്ചിട്ട് വിടുക, അവർ വന്ന് പാർലമെൻറ്റ് ആക്രമിക്കുക, ചാകാൻ തയ്യാറായിട്ട് വന്ന് പാർലമെൻറ്റ് ആക്രമിക്കുക, ബോംബെയിൽ വന്നിട്ട് താജ് ഹോട്ടൽ ആക്രമിക്കുക, ഇങ്ങനെ ഇന്ത്യയിൽ എവിടെയെങ്കിലും അവിടെ വെറുതെ നിരപരാധികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന തീവണ്ടിയിൽ ബോംബ് വെക്കുക, ഇത്തരം പ്രവർത്തനങ്ങൾ യുദ്ധതന്ത്രമാക്കി വളർത്തിയെടുത്ത പാകിസ്ഥാൻ. എന്നുവെച്ചാൽ അത് ജിഹാദാന്ന് പറയും അല്ലേ? എന്നിട്ട് അത് ജിഹാദാണെന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ ശരാശരി മുസ്ലിം ഉണ്ടല്ലോ ഇത് വിശ്വസിക്കുന്ന, അതെ, അവരെന്താ ധരിക്കുന്നത്? ഇവരൊക്കെ കാഫിറുകളാണ്, കാഫിറുകളെ കൊല്ലാൻ വേണ്ടി അള്ളാഹ് വിട്ടിരിക്കുന്ന സൈന്യമാണ് എന്നാണ് പറയുന്നത്. ഇപ്പം ഈ മുനീറില്ലേ, എന്താ മുനീർ? കാസിം മുനീർ മുല്ല. ഈ കാസിം മുനീർ മുല്ലാക്കിയാണ് അയാൾ, മുല്ലാക്ക കൂടിയാണ്. ആ കാസിം മുനീർ മുല്ല പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ കാഫിറുകളാണ്, ഇവരെ നിങ്ങൾ പോയി കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹൂറികളെ കിട്ടുമെന്നാണ് പറയുന്നത്. അവിടെയാണ് യഥാർത്ഥ ലൈഫ് ഇരിക്കുന്നത് അല്ലേ? ഇവിടെ എന്തിരിക്കുന്നു? അവിടെയല്ലേ ശരിക്കിരിക്കുന്നത്? ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഇതൊക്കെ വെറുതെയാണ്. മദ്യപ്പുഴയുണ്ട്, ഹൂറികളുണ്ട്. അവിടെ മറ്റല്ല, പേനും പാലും ഒക്കെ കൂടി ഒഴുകി അവിടെ കുറച്ച് ദിവസം, ഒരു മാസം ജീവിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാം പ്രമേഹം പിടിച്ച് ചത്തുപോകാനുള്ള സാധ്യത വരെ ഉണ്ട്. കാരണം തേനും പാലും ഒക്കെ ഇങ്ങനെ ഒഴുകി വന്ന് ഇവരിതെല്ലാം കുടിച്ച് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തകർന്നു. അപ്പം അങ്ങനെയുള്ള ഒരു വിശ്വാസം ഒരു രാജ്യത്തിലെ സൈന്യത്തിന് ഇത്തരത്തിലുള്ളൊരു വിശ്വാസം പരിശീലനത്തിൻ്റെ ഭാഗമാക്കി മാറ്റി അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് ചെയ്യുന്നവരാണ് ഇപ്പോൾ ഈ അറസ്റ്റിലായിട്ടുള്ള രണ്ടുപേര്. ഇന്ത്യയുടെ ഒരു ഗതികേടും കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. അതെ, ഒരു രാജ്യത്തോട് നമുക്ക് യുദ്ധം ചെയ്യാം, പക്ഷേ എല്ലാ ദിവസവും ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യേണ്ടി വരെയാണ്. എന്താ കാരണം? ഏത് നിമിഷം വേണമെങ്കിലും പാകിസ്ഥാനിൽ പരിശീലനം കിട്ടിയിട്ടുള്ള തീവ്രവാദികൾ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയെ ആക്രമിക്കാം. ഇന്ത്യയെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? യുദ്ധത്തിൽ സൈനികരെ അല്ല കൊല്ലുന്നത്, നിരപരാധികളായ മനുഷ്യരാണ്. ഇപ്പം അല്ലാഹു അക്ബർ വിളിച്ചിട്ടാണല്ലോ അത് ചെയ്യുന്നത്. അതെ, അല്ലാഹു അക്ബർ വിളിച്ചിട്ട് ഇവിടെയുള്ള രാമേന്ദ്രനെ വെടിവെച്ച് കൊല്ലാണ്. രാമേന്ദ്രൻ കലിമയെല്ലാം അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ രാമേന്ദ്രൻ പറഞ്ഞു എനിക്ക് കലിമയൊന്നും അറിയില്ല എന്ന് പറഞ്ഞ്. കലിമ ചെയ്യാൻ അറിയില്ലാത്തവൻ കാഫിറാണ്, കൊല്ലാൻ പറയണവനെ കൊല്ലാണ്. ഈ പരിശീലനമാണ് പാകിസ്ഥാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. അപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ യുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പം അവസാനിപ്പിക്കാൻ കഴിയില്ല. പാകിസ്ഥാൻ എന്നാണോ ഈ ടെറർ ഹാച്ചറി, തീവ്രവാദികളെ വളർത്തിയെടുക്കുന്ന നഴ്സറി അല്ലെങ്കിൽ ഹാച്ചറി എന്ന് പറയുന്നത്, കൊതുകൊക്കെ വളരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അതുപോലെ അത് നിർത്തുന്നത് അതുവരെ ഇന്ത്യക്ക് ഇവരോട് യുദ്ധം ചെയ്യേണ്ടി വരുന്നു. ഇതാണ് നമ്മുടെ ഗതികേട്. അതും ഒരു രാജ്യം തൊട്ടടുത്ത് ജീവിച്ചിട്ട് ഒരേ ഒരു ശത്രു ഉള്ളതെന്ന് അവിടുത്തെ എല്ലാവരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. നിങ്ങൾ പാകിസ്ഥാനിലെ ടെക്സ്റ്റ് ബുക്കുകൾ എടുത്തു നോക്ക്. പാകിസ്ഥാനിലെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പറ്റിയിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ എല്ലായിടത്തും അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ശത്രുവാണ്, അതിനെ എപ്പോഴും കൊല്ലണം, അതിനും ജിഹാദ് വേണം, ആ ജിഹാദിൽ നീ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹ് ഹൂറിയെ തരുമെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്.
ആ രാജ്യത്തിന് വേണ്ടിയിട്ട് ചുളിവിൽ കൂറിയ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ രണ്ടുപേരും. കാരണം വെറുതെ ഇരിക്കുകയല്ല, എന്നാൽ പിന്നെ ഒരു ഹൂറിയും കൂടി ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണ്. ഈ പ്രവൃത്തിയോടൊക്കെ എങ്ങനെയാണ് നമ്മൾ നമ്മൾ പ്രതികരിക്കേണ്ടത് എന്നൊരു ചോദ്യം അവശേഷിച്ചിട്ടുണ്ട്. അതെ, ഇവർക്ക് അങ്ങനെയല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ ഉടനെ മനുഷ്യാവകാശ പ്രവർത്തകർ വരെയല്ലേ, ഉടനെ വരെയാണ് മനുഷ്യാവകാശ പ്രവർത്തകർ. എന്തായാലും എത്ര കാലം ഒളിച്ചിരുന്നാലും കൃത്യമായി പിടിക്കും. പക്ഷെ ഒരു കാര്യം, ഇതൊരു വ്യക്തമായ സന്ദേശമാണ്. ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയി ഒളിച്ചാലും പാകിസ്ഥാനിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കേന്ദ്രങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ കൃത്യമായി അത് നശിപ്പിക്കും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഈ അറസ്റ്റ്.